അസസ് ആരാണെന്ന് കണ്ടു. അതെല്ലാം നിങ്ങൾ എല്ലാവരും നന്നായി പഠിച്ചേക്കണ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ആണ്. ഇന്ന് നമ്മൾ കാണാൻ പോണത് എന്താണ് അസസ്മെന്റ്. നമ്മൾ ഇൻകം ടാക്സ് തുടങ്ങി ഇനി ഇടയ്ക്കിടയ്ക്ക് മിസ് പറയും അസസ്മെന്റ് കഴിയുമ്പോൾ അല്ലെങ്കിൽ ഇന്ന രീതിയിലുള്ള അസസ്മെന്റ് നടത്തുക എന്നൊക്കെ. അപ്പൊ എന്താണ് അസസ്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അപ്പൊ ബിഫോർ ഗോയിങ് ടു അസസ്മെന്റ് ഞാൻ ആദ്യം തന്നെ നിങ്ങളോട് എന്താണ് റിട്ടേൺ എന്ന് പറയും. ഇൻകം ടാക്സ് അടയ്ക്കാൻ ലയബിൾ ആയിട്ടുള്ള എല്ലാ വ്യക്തികളും ഗവൺമെന്റിലേക്ക് ഒരു ഡ്യൂ ഡേറ്റിന് മുൻപ്, അവർ തരുന്നൊരു ഡേറ്റ് ഉണ്ട്, ആ ഡ്യൂ ഡേറ്റിന് മുൻപ് അയാളുടെ ഇൻകം അല്ലെങ്കിൽ ലോസ് അതെല്ലാം കാണിച്ചുകൊണ്ട് ഒരു സ്റ്റേറ്റ്മെന്റ് ഇൻകം ടാക്സ് അതോറിറ്റീസിന് അയച്ചു കൊടുക്കണം. ദാറ്റ് സ്റ്റേറ്റ് ഇപ്പൊ ഇതെല്ലാം ഓൺലൈനാണ്. ആ സ്റ്റേറ്റ്മെന്റിനെ വിളിക്കുന്ന പേരാണ് റിട്ടേൺ എന്ന്. RETUR റിട്ടേൺ. നമ്മളുടെ റിട്ടേൺ അവിടെ ഗവൺമെന്റിൽ എത്തിക്കഴിയുമ്പോൾ ഇൻകം ടാക്സ് ഓഫീസേഴ്സ് വിൽ പ്രോസസ് ദാറ്റ് റിട്ടേൺ. ആ റിട്ടേൺ മൊത്തത്തിൽ ഒന്ന് പരിശോധിക്കും. ആ ഒരു ടൈമിലാണ് ദ റിട്ടേൺ സബ്മിറ്റഡ് ബൈ ദ അസസി ഈസ് ചെക്ക്ഡ് ആൻഡ് വെരിഫൈഡ് ബൈ ദി ഇൻകം ടാക്സ് ഓഫീസർ ആൻഡ് ദ ഹോൾ പ്രോസസ് ഈസ് നോൺ ആസ് ഇൻകം ടാക്സ് അസസ്മെന്റ്. അപ്പൊ എന്താണ് അസസ്മെന്റ്? Every person who is liable to pay tax must submit a return on or before due date of filing of return, and the return submitted by the assessee is processed by the income tax officers and officials. This procedure is known as assessment, and during the assessment the return submitted by the assessee is checked and verified. Okay, clear ayo? Then ഫോർത്ത് അസസ്മെന്റ് ഇയർ. അസസ്മെന്റ് ഇയറും ഫിഫ്ത്ത് പ്രീവിയസ് ഇയറും വെരി ഇമ്പോർട്ടന്റ് ആണ്. അത് നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്തിരിക്കണം. ഈ വർഷം നമ്മുടെ സെമ്മ തുടങ്ങി സെമ്മിന്റെ അവസാനം വരെ ഇൻകം ടാക്സ് കഴിയുന്നത് വരെ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് നമുക്ക് കേട്ടോ. അപ്പൊ ഫസ്റ്റ് തന്നെ എന്താണ് അസസ്മെന്റ് ഇയർ? അത് അറിയപ്പെടുന്നത് AY എന്നാണ്. തുടക്കം മുതൽ ഒടുക്കം വരെ നമ്മൾ AY എന്നാണ് അറിയപ്പെടുന്നത്. അസസ്മെന്റ് ഇയർ നമ്മൾ ഒരുപാട് ഇയർ നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ അല്ലേ? കലണ്ടർ ഇയർ എന്ന് പറഞ്ഞാൽ ഇപ്പൊ തുടങ്ങിയപ്പോ വരെയാണ് കലണ്ടർ ഇയർ. ജനുവരി 1 മുതൽ ഡിസംബർ 31 വരെ. ഓക്കെ. ഫിനാൻഷ്യൽ ഇയർ കേട്ടിട്ടുണ്ടോ? ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഏപ്രിൽ 1 മുതൽ അടുത്ത വർഷം മാർച്ച് 31 വരെ. അപ്പൊ നമ്മള് ഇൻകം ടാക്സ് അതോറിറ്റീസ് അസസ്മെന്റ് ഇയർ ആയിട്ട് എടുക്കുന്നത് ഏതായിരിക്കും? ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഫിനാൻഷ്യൽ ഇയർ തന്നെയാണ്. അപ്പോ അസസ്മെന്റ് ഇയർ ഇസ് ദ പീരീഡ് ഓഫ് 12 months starting from 1st April every year and ending with the 31st March of next year. എല്ലാ വർഷവും ഏപ്രിൽ 1 അസസ്മെന്റ് ഇയർ തുടങ്ങും. അടുത്ത വർഷം മാർച്ച് 31 എന്ത് അവസാനിക്കും? അസസ്മെന്റ് ഇയർ അവസാനിക്കും. സോ ഇറ്റ് ഈസ് എ ഫിനാൻഷ്യൽ ഇയർ ഓഫ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. കറന്റ് അസസ്മെന്റ് ഇയർ നിങ്ങളെ ബാധിക്കുന്നത്, നിങ്ങൾ പഠിക്കുന്ന കുട്ടികള്, നിങ്ങൾക്ക് അപ്ലിക്കബിൾ ആയിട്ടുള്ള അസസ്മെന്റ് ഇയർ ഏതാണ്? കറന്റ് അസസ്മെന്റ് ഇയർ ഈസ് ഇപ്പൊ തുടങ്ങിയേക്കണ ഏപ്രിൽ ഏതാ? 1st April 2020. നെക്സ്റ്റ് ഇയറില് 31st March 2021 നിങ്ങളുടെ അസസ്മെന്റ് ഇയർ അവസാനിക്കും. ഇതാണ് ഈ ഒരു ഇൻകം ടാക്സ് നിങ്ങൾ പഠിച്ചു കഴിയുന്നത് വരെ ഇത് ബൈ ഹാർട്ട് ചെയ്തിരിക്കണം. അസസ്മെന്റ് ഇയർ ഏതാ? കറന്റ് അസസ്മെന്റ് ഇയർ 1st April 2020 to 31st March 2021. ഓക്കെ. ദ നെക്സ്റ്റ് ഈക്വലി ഇമ്പോർട്ടന്റ് ആണ് പ്രീവിയസ് ഇയർ, commonly known as PY. Previous year is very important in income tax because it is the income earned during previous year taxed during assessment year. Income tax previous year വളരെ ഇമ്പോർട്ടന്റ്. എന്തുകൊണ്ടാ? മിസ് ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ പറഞ്ഞു, പ്രീവിയസ് ഇയറിൽ ഏൺ ചെയ്ത ഇൻകത്തിനാണ് നമ്മൾ അസസ്മെന്റ് ഇയറിൽ എന്ത് കൊടുക്കുന്നത്? ടാക്സ് കൊടുക്കുന്നത്. അപ്പൊ നിങ്ങൾ ഏറ്റവും കൂടുതൽ പഠിക്കേണ്ടത് ഈ ഒരു അസസ്മെന്റ് ഇയർ അപ്ലൈ ചെയ്യുന്ന എല്ലാ കുട്ടികളും അതിനു മുൻപ് പ്രീവിയസ് ഇയറിൽ ഏൺ ചെയ്ത് ഇൻകല്ലേ നോക്കേണ്ടത്. സോ ദ വേർഡ് പ്രീവിയസ് ഇയർ ഇസ് വെരി ഇമ്പോർട്ടന്റ്. ഇനി വാട്ട് ഇസ് ദ മീനിങ് ഓഫ് പ്രീവിയസ്? പ്രീവിയസ് മീൻസ് കമ്മിങ് ബിഫോർ, തൊട്ട് മുന്നിൽ വരുന്നതാണ് പ്രീവിയസിന്റെ മീനിങ്. അതുകൊണ്ട് തന്നെ പ്രീവിയസ് ഇയർ ഈസ് ദ ഫിനാൻഷ്യൽ ഇയർ ജസ്റ്റ് പ്രിസീഡിങ് ദ അസസ്മെന്റ് ഇയർ. നിങ്ങൾക്ക് അപ്ലിക്കബിൾ ആയിട്ടുള്ള അസസ്മെന്റ് ഇയർ ഏതാണോ അതിന് തൊട്ട് മുൻപ്, പ്രിസീഡിങ് എന്ന് പറഞ്ഞാൽ എന്താ? തൊട്ട് മുന്നിൽ വരുന്ന 12 മാസക്കാലം, അതിന് പറയുന്ന പേരാണ് പ്രീവിയസ് ഇയർ. നിങ്ങൾക്ക് അപ്ലിക്കബിൾ ആണെങ്കിൽ 1/4/2020 മുതൽ 31/3/2021 വരെയാണ് അല്ലെ? അതിന് തൊട്ട് മുൻപുള്ള 12 മാസം എന്ന് പറയുമ്പോൾ ഏതാണ്? കറന്റ് പ്രീവിയസ് ഇയർ ഈസ് 1st April 2019 to 31st March 2020.
ഇത്രയും ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചേക്കാൻ. നമ്മളിനി ചെയ്യാൻ പോകുന്ന അടുത്ത മൊഡ്യൂളിലൊക്കെ പഠിക്കുന്ന എല്ലാ പ്രോബ്ലത്തിലും ഇതാണ് ആപ്ലിക്കബിൾ ആവുക. ആ പ്രീവിയസ് ഇയറിൽ ഇൻകം നോക്കിയിട്ടാണ് നമ്മൾ ടാക്സ് കാൽക്കുലേഷൻ നടത്തുക. ഇനി രണ്ട് ജസ്റ്റ് നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തണേ ഉള്ളൂ. ആവറേജ് റേറ്റ് ഓഫ് ടാക്സ്. എന്താ ആവറേജ് റേറ്റ് എന്ന് പറഞ്ഞാൽ? നമ്മുടെ ക്ലാസ്സിലെ കുട്ടികളുടെ ആവറേജ് മാർക്ക് എന്ന് പറഞ്ഞാൽ എന്താ? ടോട്ടൽ മാർക്ക് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് സ്റ്റുഡൻസ് അല്ലേ? അതല്ലേ ഒരു കുട്ടിയുടെ ആവറേജ് മാർക്ക് എന്ന് പറഞ്ഞേ. അതേപോലെ ആവറേജ് റേറ്റ് ഓഫ് ടാക്സ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ ടാക്സ് കാൽക്കുലേറ്റഡ് ഓൺ ടോട്ടൽ ഇൻകം. ഒരു വ്യക്തിയുടെ ടോട്ടൽ ഇൻകത്തുമ്പോ കാൽക്കുലേറ്റ് ചെയ്തേക്കണേ ടോട്ടൽ ടാക്സ് എത്രയാണോ ദാറ്റ് ടാക്സ് ഇസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ഇൻകം ആൻഡ് മൾട്ടിപ്ലൈഡ് ബൈ 100. ടോട്ടൽ ടാക്സിനെ ടോട്ടൽ ഇൻകം കൊണ്ട് ഡിവൈഡ് ചെയ്യുക, 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. കിട്ടുന്ന റേറ്റ് എത്രയാണോ അതാണ് ആവറേജ് റേറ്റ് ഓഫ് ഇൻകം ടാക്സ്. ദ നെക്സ്റ്റ് വെരി വെരി ഇമ്പോർട്ടന്റ്, മാക്സിമം മാർജിനൽ റേറ്റ്. Maximum marginal rate is commonly known as MMR. അങ്ങനെയാണ് അറിയപ്പെടുക. എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ റേറ്റ് അറ്റ് വിച്ച് ദ പേഴ്സൺ വിത്ത് ദ ഹയസ്റ്റ് സ്ലാബ് ഓഫ് ഇൻകം പേ ടാക്സ് ടു ദി ഗവൺമെന്റ്. ഏറ്റവും ഇപ്പൊ നമ്മള് സ്ലാബ് ഒക്കെ മിസ് പരിചയപ്പെടുത്താൻ പോണേ ഉള്ളൂ. ഞാൻ മിസ് തുടക്കത്തിലേ പറഞ്ഞു എല്ലാ വ്യക്തികളും ടാക്സ് കൊടുക്കേണ്ട. ഒരു വ്യക്തിയുടെ ടോട്ടൽ ഇൻകം ഒരു പ്രിസ്ക്രൈബ്ഡ് ലിമിറ്റിനേക്കാൾ കൂടിയാൽ മാത്രമേ അയാൾ എന്ത് കൊടുക്കണ്ടോ? ടാക്സ് കൊടുക്കണ്ടോ. അപ്പൊ അങ്ങനെ പിന്നെ അപ്പൊ 2,50,000 ആണ് നമ്മുടെ സ്ലാബ് ലിമിറ്റ്. 2,50,000 വരെയുള്ളവര് ടാക്സ് കൊടുക്കേണ്ട. ദെൻ 2 മുതൽ 5 ലക്ഷം വരെയുള്ളവര് 5% ടാക്സ് കൊടുക്കുക. 5 ലക്ഷം മുതൽ 10% വരെയുള്ളവര് 20% ടാക്സ് കൊടുക്കുക. 10 ലക്ഷത്തിന് മേലെ ഇൻകം ഉള്ളവര് 30% ടാക്സ് കൊടുക്കുക. അപ്പൊ നമ്മുടെ ഏറ്റവും ഹയസ്റ്റ് സ്ലാബ് എന്ന് പറയുന്നത് അബൌട്ട് 10 lakh ആണ്, 10 ലക്ഷത്തിന് മേലെ. അങ്ങനെ ഹയസ്റ്റ് സ്ലാബിൽ ഇൻകം വരുന്ന ഒരു വ്യക്തി ഏത് റേറ്റിലാണോ ഗവൺമെന്റിലേക്ക് ഇൻകം ടാക്സ് കൊടുക്കണേ ആ റേറ്റിനെ വിളിക്കുന്ന പേരാണ് മാക്സിമം മാർജിനൽ റേറ്റ്, കോമൺലി നോൺ ആസ് MMR. ഇനി അങ്ങനെ അറിയപ്പെടും. ചിലപ്പോ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ എക്സ്പ്ലെയിൻ MMR ചോദിക്കുള്ളൂ. ആൻഡ് അറ്റ് പ്രസന്റ് ഇറ്റ് ഈസ് എത്രയാണ്? 30%. ഇപ്പോ ഏറ്റവും ഹയസ്റ്റ് ഇൻകം ഇപ്പൊ 15 ലക്ഷം 20 ലക്ഷം ഇൻകം ഉള്ള ഒരാള് ഗവൺമെന്റിലേക്ക് ടാക്സ് കൊടുക്കുന്ന റേറ്റ് എത്രയായിരിക്കും? 30%. പിന്നെ ഇത്രയാണ് മിസ് പരിചയപ്പെടുത്തണേ. അടുത്ത ക്ലാസ്സുകളിലെ ബാക്കി പറയാം. അസസ്മെന്റ് ഒന്നും കൂടെ കൺക്ലൂഡ് ചെയ്യാണ്. അസസ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ പ്രൊസീജിയർ ടേക്കൺ ബൈ ദി ഇൻകം ടാക്സ് ഓഫീസേഴ്സ് ആൻഡ് ഒഫീഷ്യൽസ് on the return submitted by the assessee. Under this, the return is checked and verified. Then assessment year, period of 12 months starting from 1st April and ending on 31st March of next year. Current assessment year, 1st April 2020 to 31st March 2021. Previous year means coming before. It is the financial year just before the assessment year. Current previous year, 1st April 2019 to 31st March 2020. Then average rate of tax, total tax by total income into 100. Then MMR, the rate at which a person with the highest slab of income pay tax to the government. At present it is 30%.